വാട്ട് ഈസ് ഫ്യൂച്ചർ ഇസ് നോട്ട് എറ്റ് കം, സോ ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നാണ് പറയുക. ബി ദ വാച്ച്മാൻ ഓഫ് യുവർ ഓൺ മൈൻഡ് ഗേറ്റ് എന്നാണ് പറയുക. നമ്മൾ പല പല കാര്യങ്ങളിൽ ഒത്തിരി ബിസി ആവുക, അതായത് ഈ വ്യക്തിയെ നാളെ ഞാൻ കാണുമ്പോൾ എന്നൊക്കെ ചിന്തിച്ചാലും നമ്മൾക്ക് കൂടുതൽ ടെൻഷൻ ആവുകയുള്ളൂ എന്ന് പറയുന്നതാണ് വിഭാസന കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഒന്നിൻ്റെ പുറകെ പോവാതിരിക്കുക. ഒരു മെഡിറ്റേഷനേക്കാൾ ഉപരി നമ്മുടെ ശ്രദ്ധയാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കാരണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പോഴത്തെ എന്താണോ പ്രസൻറ്റ് അതിനകത്ത് ജീവിക്കുക എന്ന് പഠിപ്പിക്കുന്നതാണ് വിഭാസന മെഡിറ്റേഷൻ. എന്താണ് വിഭാസന മെഡിറ്റേഷൻ? ഒത്തിരി പേരുടെ സംശയമാണ്. വിഭാസന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടു സീ എവറിത്തിങ് വെരി ക്ലിയർലി, അതായത് നമ്മൾ എല്ലാ കാര്യത്തിനെയും നല്ല രീതിയിൽ കാണുക എന്നുള്ളതാണ് ആ മെഡിറ്റേഷൻ്റെ വാക്കുകൊണ്ട് നമ്മൾ അർത്ഥം ആക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മെഡിറ്റേഷനേക്കാൾ ഉപരി നമ്മുടെ ശ്രദ്ധയാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കാരണം നമ്മൾ വാട്ട് ഈസ് പാസ്റ്റ് ഇറ്റ്സ് ഗോൺ, വാട്ട് ഈസ് ഫ്യൂച്ചർ ഇസ് നോട്ട് എറ്റ് കം, സോ ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളത് ഇതുവരെ വന്നിട്ടുമില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പോഴത്തെ എന്താണോ പ്രസൻറ്റ് അതിനകത്ത് ജീവിക്കുക എന്ന് പഠിപ്പിക്കുന്നതാണ് വിഭാസന മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ അതിനകത്ത് വലിയൊരു പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ഒന്ന് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസൾട്ട് ചെയ്ത വേർഡ്സ് ഇത്ര സമയം കൊണ്ടത് മാഞ്ഞു പോയി കഴിഞ്ഞു, അത് കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ ആ ഇൻസൾട്ടിങ് വേർഡ്സ് നിങ്ങളെങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ആ ഇൻസൾട്ടിങ് വേർഡ്സിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ സപ്രസ് ചെയ്യാം. ഈ റിയാക്ട് ചെയ്താലും പ്രശ്നമാണ്, സപ്രസ് ചെയ്താലും പ്രശ്നമാണ്. അപ്പം നമ്മളുടെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് തല പുകഞ്ഞിട്ടും നമുക്ക് കാര്യമില്ല. അതായത് ഈ വ്യക്തിയെ നാളെ ഞാൻ കാണുമ്പോൾ എന്നൊക്കെ ചിന്തിച്ചാലും നമ്മൾക്ക് കൂടുതൽ ടെൻഷൻ ആവുകയുള്ളൂ. അതേസമയം ആ കഴിഞ്ഞു പോയ സാഹചര്യത്തിനെ വീണ്ടും 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 നമ്മൾ മനസ്സിലിട്ട് വീണ്ടും ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വീണ്ടും മുറിവേൽക്കുകയുള്ളൂ. അതേസമയം ഇപ്പം കിടക്കുന്ന ഞാൻ ഈ കിടക്കയിൽ കിടക്കുന്നു, അതുപോലെ തന്നെ ഞാൻ ഈ സീലിങ്ങിലേക്ക് നോക്കി കിടക്കുന്നു, അല്ലെങ്കിൽ അവിടെ കേൾക്കുന്ന ശബ്ദങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒന്നിൻ്റെ പുറകെ പോവാതിരിക്കുക. ഞാൻ എപ്പോഴും മെഡിറ്റേഷൻ്റെ സമയത്ത് എൻ്റെ സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ ക്ലയൻസിനോടോ പറയുന്ന ഒരു കാര്യം, ബി ദ വാച്ച്മാൻ ഓഫ് യുവർ ഓൺ മൈൻഡ് ഗേറ്റ് എന്നാണ് പറയുക. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ വാച്ച്മാൻ ആവുക, അതിനെ വെറുതെ നോക്കിക്കാണുക. നമ്മൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിഷ്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അതായത് ഇതിങ്ങനെ സംഭവിച്ചാൽ ഇല്ലാത്ത പ്രശ്നത്തിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണുന്ന ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറകെ പോവാതെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന് പ്രസൻറ്റിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒബ്സർവ് എന്ന് പറയുന്നതാണ് വിഭാസന കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒബ്സർവേഷൻ, നമ്മൾ ലിവ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ഒബ്സർവ് യുവർ തോട്ട്സ് എന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചുവോ നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സണാണ്. അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ടുള്ളൊരു കഴിവില്ലാത്തവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ പല പല കാര്യങ്ങളിൽ ഒത്തിരി ബിസി ആവുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുത്ത് ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളൊരു റോഡിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആ റോഡിലുള്ള വണ്ടികൾ കാണുന്നു, ആൾക്കാരെന്തൊക്കെയാണ് വർത്താനം പറയുന്നത്. നമ്മളൊരു ചായക്കടയിൽ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ആ റോഡിൽ പോകുന്ന വണ്ടികൾ, നമ്മൾ ആ റോഡിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, നമ്മൾ ആ വണ്ടികളുടെ ആ ഒരു ഗതിയെ നമ്മൾ കൺട്രോൾ ചെയ്തു. അതേസമയം നമ്മൾ അതിനെ നിർത്തി കഴിയുമ്പോഴത്തേക്കും അതും നമ്മുടെ ഒരു സപ്രഷനായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. അതേസമയം നിങ്ങൾ അവിടെ ഇരുന്ന് ഒരു ബെഞ്ചിൻ്റെ മുകളിലിരുന്ന് ഈ വണ്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൻ റോഡിൽ കൂടെ പോകുന്നത് മുഴുവൻ വളരെ സൂക്ഷ്മത്തോടുകൂടി ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ വിഭാസന മെഡിറ്റേഷനിൽ വിജയിച്ചു എന്ന് തന്നെ പറയും. അപ്പോൾ ഈ വിഭാസന മെഡിറ്റേഷൻ കൊണ്ട് എന്താണ് അർത്ഥം വെക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ റിയാക്റ്റും ചെയ്യരുത്, സപ്രസും ചെയ്യരുത്. ജസ്റ്റ് ഒബ്സർവ് ആൻഡ് ലിവ് ഇൻ ദ പ്രസൻറ്റ്.